ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദ പുസ്തക ഭാഗം സംഖ്യാപുസ്തകം 32-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള വിശുദ്ധവാക്യങ്ങൾ വായിക്കുന്നത് കേൾപ്പിൻ. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യാസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലമെന്ന് കണ്ടിട്ട് വന്ന് മോശെയോടും പുരോഹിതനായ എലയാസാരിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദരോത്ത്, ദീബോൻ, യസേർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുൻപിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരേണം. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശെ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഉറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കദേശ് ബർന്നേനയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്തു കൽപ്പിച്ചത് കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവായും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സു മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കുക കൊണ്ട് തന്നെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറ എല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവരുടെ മുൻപായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ തന്താന്റെ അവകാശം അടുക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാനക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടി അവകാശമായി വാങ്ങുകയില്ല. കിഴക്ക് യോർദാനക്കരെ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അതിന് മോശെ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുൻപാകെ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ട് യഹോവ തന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങൾ എല്ലാവരും അവന്റെ മുൻപാകെ യുദ്ധസന്നദ്ധരായി യോർദാനക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുൻപാകെ കീഴ്മറന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രായേലിന്റെയും മുൻപാകെ കുറ്റമല്ലാത്തവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം യഹോവയുടെ മുൻപാകെ നിങ്ങളുടെ അവകാശമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുമാടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുവിൻ. ഗാദ്യരും രൂബേന്യരും മോശെയോട്, യജമാനൻ കൽപ്പിക്കുന്നത് പോലെ അടിയങ്ങൾ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗിലെയാദിലെ പട്ടണങ്ങൾ ഇരിക്കട്ടെ. അടിയങ്ങളോ യജമാനൻ കൽപ്പിക്കുന്നത് പോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി
യഹോവയുടെ മുൻപാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. ആകയാൽ മോശെ അവരെക്കുറിച്ച് പുരോഹിതനായ എലിയാസാരിനോടും നൂന്റെ മകനായ യോശുവയോടും ഇസ്രായേൽ മക്കളുടെ ഗോത്ര പ്രധാനികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഗാദ്യരും രൂബേന്യരും ഓരോരുത്തൻ യുദ്ധസന്നനായി യഹോവയുടെ മുൻപാകെ നിങ്ങളോടുകൂടെ യോർദാനക്കരെ കടന്നു പോരുകയും ദേശം നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലെയാദ് ദേശം അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്നരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്ത് തന്നെ ആയിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിന്, യഹോവ അടിയങ്ങളോട് അരുൾ ചെയ്തതുപോലെ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുൻപാകെ യുദ്ധസന്നരായി കാനാൻ ദേശത്തേക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മോശെ ഗാദ്യർക്കും രൂബേന്യർക്കും യോസഫിന്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമ്മോൻ രാജാവായ സിഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശവും അതിന്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ഗാദ്യർ ദീബോൻ, അദാരോത്ത്, അരോയർ, അത്രോത്ത്, ഷോഫാൻ, യെസർ, യൊഗ്ബഹ, ബേത് നിമ്ര, ബേത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിത്. രൂബേന്യർ ഹെഷ്ബോനും എലെയാലെയും കീര്യത്തെയും പേരുമാറ്റിക്കളഞ്ഞ നെബോ, ബാൽമെയോൻ എന്നിവയും സിബ്മയും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഗീരിന്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അടക്കി അവിടെ പാർത്തിരുന്ന അമ്മോന്യരെ ഓടിച്ചു കളഞ്ഞു. മോശെ ഗിലെയാദ് ദേശവും മനശ്ശെയുടെ മകനായ മാഖീരിന് കൊടുത്തു. അവൻ അവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായ യായീർ ചെന്ന് അതിലെ ഊരുകളെ അടക്കി അവയ്ക്ക് ഹവോത്ത് യായീർ എന്ന് പേരിട്ടു. നോബക് ചെന്ന് കെനാത്ത് പട്ടണവും അതിന്റെ ഗ്രാമങ്ങളും അടക്കി അതിന് തന്റെ പേരിൻ പ്രകാരം നോബഹ് എന്ന് പേരിട്ടു. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു.